ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ മൈ ലൈഫാണ്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടാണ്. ഇന്ന് 16th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോകാൻ റെഡിയായിരിക്കുകയാണ്. ഞങ്ങളുടെ കല്യാണം നടന്ന അതേ അമ്പലത്തിലാണ്, നാട്ടിലെ വെളിയത്ത് കോവിലിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം. ആ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചേട്ടന് ചെറിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അത് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേട്ടന് കൊടുക്കാൻ പോവുകയാണ്. ചേട്ടൻ്റെ റിയാക്ഷനൊക്കെ എന്താണെന്ന് കാണാം. ചേട്ടൻ ഒരു ക്ലൂ ഇല്ല ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമെന്ന്. കാരണം ഞങ്ങൾ യാത്രയിലായിരുന്നല്ലോ, ഇന്നലെ ഞങ്ങൾ നാട്ടിലെത്തിയത്. അപ്പോൾ എന്തായാലും ഞാൻ മേടിക്കാനൊന്നും സാധ്യതയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ചേട്ടൻ്റെ റിയാക്ഷൻ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Thank you. വന്നില്ല, ഞാനെല്ലാം എത്രയാക്കിയിരുന്നു. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടിപ്പോൾ 16 വർഷമായി. ഇത്രയും വർഷത്തിനിടയിൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു വർഷം മാത്രമേ ഒരുമിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലും ചേട്ടൻ പൂനെയിലും ആയിരിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ചുണ്ടായത്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് നാട്ടിൽ നിന്ന് മേടിച്ച് ചേട്ടന് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഷർട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതൊന്നും ചേട്ടൻ അങ്ങനെ എക്സൈറ്റഡ് ആവാറില്ല. ഇത് ചേട്ടൻ വലിയ സർപ്രൈസായിരുന്നു. മുഖത്ത് വലിയ ഭാവങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും എനിക്ക് നല്ലതുപോലെ അറിയാം ചേട്ടൻ നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്. കാരണം യാത്രയിലൊക്കെ ഞങ്ങൾ വളരെ സീക്രട്ടായിട്ടാണ് ഇതെല്ലാം മൂവ് ചെയ്തത്, ഞാനും അച്ചുവും കൂടെ. ചേട്ടൻ ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല, അതെനിക്ക് എന്തായാലും അറിയാം. അപ്പം രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയ സമയത്താണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത്. ഈ ഗിഫ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഗിഫ്റ്റ് ഓഫ് ലവ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ഇത് ചെയ്തു തന്നത് ബെയ്നയാണ്. അച്ചുവിൻ്റെ കൊളീഗായ ജുബിന വഴിയാണ് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം പേജ് പരിചയപ്പെടുന്നത്. അപ്പോൾ അച്ചുവിന് ഇതിനു വേണ്ടി എല്ലാ ഹെൽപ്പും ജുബിന ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജുബിനയ്ക്ക് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. നല്ലൊരു ഗിഫ്റ്റാണ് ഞാൻ ചേട്ടന് ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്തത്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ കൊടുക്കുന്നത് ഷർട്ടോ പേഴ്സ് അങ്ങനെയൊക്കെയാണ്. കൺഫ്യൂഷൻ ആകാറുണ്ട് എന്ത് മേടിച്ച് കൊടുക്കുമെന്നുള്ളതിൽ. ഇത്തവണയാണ് ഞാനൊരു വെറൈറ്റി ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റുമായിരുന്നു. അതുകൊണ്ട് ജുബിനയ്ക്കും അച്ചുവിനും ബെയ്നയ്ക്കും എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുകയാണ്. നല്ലൊരു ഗിഫ്റ്റാണ് നിങ്ങൾ ചെയ്തു തന്നത്. ഞാനത് പറയാൻ മറന്നുപോയി. ആദിശ്വന്റെ കോൺട്രിബ്യൂഷനുകളുണ്ട് കേട്ടോ, ആദിമോന്റെ കോൺട്രിബ്യൂഷനുണ്ട്. കാരണം അതുപോലെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ വെച്ച് ഇതിനുള്ള പൈസ ഞാൻ തരാം. അവൻ അതിന് വേണ്ടിയിട്ട് അവൻ്റെ വഞ്ചി പൊട്ടിച്ച് ഇന്നലെ വന്നുടനെ എൻ്റെ പൈസ തന്നു. പൈസ തന്നിട്ട് അറിയാം വലിയ വെച്ച് ഇതിൻ്റെ പൈസ ഞാനിവിടാണ് തരുന്നതെന്ന്. കുഞ്ഞ് ഞാൻ മറന്നുപോയല്ലോ. അത് ഇങ്ങനെ വണ്ടി വെച്ചതല്ല, ആദ്യം ഫോൺ മേടിക്കുന്നില്ലേ മല്ലേശൻ കേട്ടു പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. വെളിയം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങളുടെ മാരേജ് നടന്നത്. അപ്പോൾ എല്ലാ വർഷവും വരുമ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറഞ്ഞ കണക്ക് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അതേ ദിവസം തന്നെ നമുക്കിവിടെ വരാൻ പറ്റി. ക്ഷേത്രത്തിന് ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ഓഡിറ്റോറിയം കൂടെ പുതിയതായിട്ട് വന്നതായിട്ട് തോന്നുന്നു. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. ഞങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലം എല്ലാം മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കണ്ടു. ഈ അമ്പലത്തിൻ്റെ പല ഭാഗത്തും വെച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പോയി അതേപോലെ റീക്രിയേറ്റ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അച്ഛൻ ഓരോരോ സ്ഥലങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്, അന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെയാണെന്നുള്ളത്. ഈ സൈഡിലിരുന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ആൽബത്തിലുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയുകയായിരുന്നു. വീഡിയോയിലും ആൽബത്തിലും ഒക്കെ ഉള്ള അതേപോലെ തന്നെയുണ്ട് ഇപ്പോഴും. അമ്പലത്തിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ കല്യാണം നടന്നത്. നാളെ ഒരു മാരേജ് ഉണ്ട്, അതിനുവേണ്ടി അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞങ്ങൾ അകത്തോട്ടൊന്നും കയറിയില്ല, പക്ഷെ പുറത്ത് നിന്ന് വീഡിയോസൊക്കെ എടുത്തു. മണ്ഡപത്തിനകത്തോട്ടൊന്നും കയറിയില്ല, കാരണം വേറെ ആൾക്കാർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമല്ലേ.
ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പം അമ്പലത്തിൽ നിന്നൊക്കെ വന്നതിന് ശേഷം അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചു. ഇന്നലെ തൊട്ടേ ഏട്ടൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നമുക്ക് സദ്യ ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷേ ഇന്നലെ വരുന്ന വഴിക്ക് രാത്രിയിലാണ് ഏട്ടൻ ഇത് പറയുന്നത്. രാത്രി വിളിച്ച് വീട്ടിൽ സദ്യ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് അതിനുള്ള ഐറ്റംസ് ഒന്നും വീട്ടിൽ കാണില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞതുമില്ല. രാവിലെ ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഉച്ചയ്ക്ക് എന്തുവാ സദ്യ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ, സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ ഇങ്ങനെ ഏട്ടൻ പറയുന്നുണ്ട്. പക്ഷേ ഞാനത് അമ്മയടുത്ത് പറഞ്ഞില്ല. കാരണം പെട്ടെന്ന് പോയി സദ്യ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അത് കാരണം ഞാൻ പറഞ്ഞില്ല. ചേട്ടൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ വീട്ടിൽ സദ്യ ഉണ്ടാക്കി. ഇതെല്ലാം സർപ്രൈസായിട്ടുള്ള നടന്ന സംഭവമാണ്. കാരണം ഞാൻ രാവിലെ തൊട്ടേ അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മ ഉച്ചക്കലത്തേക്ക് എന്താണെന്ന്. പക്ഷെ അമ്മ വിട്ടൊന്നും പറയുന്നും ഉണ്ടായിരുന്നില്ല. എന്തോ സാധാ ദിവസം പോലെ തന്നെ എന്തോ പ്രത്യേകിച്ച് എന്തുവാ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു വിട്ടു. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് സദ്യ റെഡി ആയിട്ടുണ്ട്. വളരെ സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ആളെന്ന് പറഞ്ഞാൽ അച്ചുവാണ്. അമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് ചോറ് വെക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അച്ചു പറഞ്ഞു വേണ്ട അമ്മേ, നമുക്ക് കല്യാണ ദിവസമല്ലേ ഇന്ന്, അപ്പോൾ സദ്യ പോലെ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചേട്ടൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ഇന്ന് സദ്യ ഉണ്ടാക്കി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഇന്ന്. കാരണം രാവിലെ കൊടുത്ത സർപ്രൈസ് ആണെങ്കിലും ഇപ്പോഴത്തെ ചേട്ടൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ സദ്യയും ഉണ്ടാക്കി. എല്ലാം കൊണ്ടും നമ്മൾ ഒരു മറക്കാൻ പറ്റാത്ത ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയാണിത്. ഇനി ഞാനും ഇവരോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. അച്ഛനും വെളിയിൽ പോയോണ്ട് ഞങ്ങൾ ഇപ്പോൾ സർപ്രൈസ് അവർ കടയിൽ പോയോണ്ട് നമുക്ക് പെട്ടെന്ന് ഒരുക്കണ്ടേ. ഇവിടെ ബെഡ്റൂം റെഡി ആക്കുക. ഇതെല്ലാം കുഞ്ഞാൻ്റെ ഐഡിയ. കുഞ്ഞാൻ്റെ ക്രെഡിറ്റ്. ഇന്ന് ഫുൾ ഡേ സർപ്രൈസ് തന്നെ ആയിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ചേട്ടന് കൊടുത്ത സർപ്രൈസ്, ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഒരുക്കി തന്ന് വീട്ടുകാരെല്ലാവരും കൂടെ സർപ്രൈസ് ചെയ്തു. ഇതിപ്പോൾ ഇനി വൈകിട്ടത്തതാണ്. അപ്പോൾ വൈകിട്ട് ഇത് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെയും ചേട്ടനെയും വീട്ടിൽ നിന്ന് മാറ്റണമായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ മൂക്കൂത്തിയും പിന്നെ സെക്കൻഡ് സ്റ്റഡും ഒക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു. എനിക്കത് മാറാൻ പോകണമെന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇനി ദിവസങ്ങളില്ലല്ലോ, ആകെ 6 ദിവസമല്ലേ നിങ്ങൾ നാട്ടിലുള്ളൂ, അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം ഷോപ്പിങ്ങൊക്കെ നടത്തി വെക്ക്, അപ്പം പോകുന്നതിന് മുമ്പേ തിരക്ക് കൂട്ടണ്ടല്ലോ എന്നും പറഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിടം തൊട്ട് എൻ്റെ പിറകെ നടക്കുക. ചേച്ചി നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നില്ലേ, ജ്വല്ലറി പോകുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവസാനം ഇവളുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഏട്ടനും കൂടെ റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ അമ്മയും കൂടെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. കാരണം എന്തുവാണോ, അമ്മ സ്പൈ വർക്കിനുള്ളതാണ്. ഇത്രയും വർഷമായിട്ടോ അമ്മ എൻ്റെ അടുത്ത് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഇത് അമ്മ എൻ്റെ അടുത്ത് ഒരു ക്ലൂ പോലും തന്നില്ല. ഞങ്ങൾ ജ്വല്ലറി ഇരുന്ന് ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് കോള് വരുന്നുണ്ട് അച്ചുവിൻ്റെ. അമ്മ ഈ ഫോണും എടുത്തുകൊണ്ട് അങ്ങ് ഡോറിൻ്റെ അടുത്തോട്ട് പോയി സംസാരിക്കും, എൻ്റെ അടുത്ത് വരും. അപ്പോൾ അമ്മ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയോ അല്ലെങ്കിൽ അവിടെ എത്തിയോ, എത്ര സമയം എടുക്കും, ഇതെല്ലാം അച്ചുവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ഷോപ്പിങ്ങും കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാനിതെല്ലാം കാണുന്നത്. അപ്പോൾ എനിക്ക് ഡബിൾ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മ ദാണ്ട് ഇപ്പോൾ കാണിച്ചത്. കുഞ്ഞമ്മയും വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് കുഞ്ഞമ്മയുണ്ട്, കുഞ്ഞമ്മയുടെ മോളുണ്ട്, കൊച്ചനുണ്ട്, അതാണ്ട് അതും എൻ്റെ അനിയത്തിയാണ്. ഇവർ രണ്ടുപേരും കൂടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. എല്ലായിടത്തും എൻ്റെ കൂടെ വരുന്നത് അച്ഛനാണ്. കടയിലൊക്കെ പോകുന്ന ഞാനും ഏട്ടനും കൂടെ പോയാലും ഞങ്ങളെ കൂടെ അച്ഛൻ കാണും. ഇത്തവണ അച്ഛൻ വരുന്നില്ല. കാരണം ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അച്ഛൻ വീട്ടിൽ നിന്ന്. ഞാൻ അച്ഛൻ്റെ അടുത്ത് 2-3 തവണ ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ വരുന്നില്ലേ. ഇല്ല മോളെ നിങ്ങൾ പോയിട്ട് വാ, അമ്മയുണ്ടല്ലോ ഇത്തവണ നിങ്ങളുടെ കൂടെ എന്ന്. എന്തുവായാലും അവരെല്ലാം അറേഞ്ച് ചെയ്തു. വലിയൊരു കേക്കൊക്കെ വാങ്ങി എല്ലാം നല്ല റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ എത്തുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ കുഞ്ഞമ്മയെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഈ ഓടി വരുന്നത്. അപ്പോൾ ഈ ഡെക്കറേഷനൊന്നും ഞാൻ അന്നേരം കാണുന്നില്ല. ഞാൻ കുഞ്ഞമ്മയെ മാത്രമേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്നൊരിക്കലും കുഞ്ഞമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞമ്മ എനിക്ക് 4-5 ദിവസമേ ഉള്ളൂ നാട്ടിൽ, അതുകൊണ്ട് അങ്ങോട്ടൊന്നും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും കുഞ്ഞമ്മ എന്നെ എല്ലാ വർഷവും വന്ന് കാണാറുണ്ട്. കുഞ്ഞമ്മയും കൊച്ചിനും മോളും കൂടെ വരാറുണ്ട് എന്നെ കാണാനായിട്ട്. ഞാനും അങ്ങോട്ടും പോവാറുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അത് കാരണം എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിത് കാണുന്നത്, ഇവിടെ ഡെക്കറേഷനൊക്കെ നടക്കുന്നത്.
എൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ഇന്ന്. കാരണം ഇത്രയും വർഷമായിട്ടും നമ്മൾ ഇതുപോലൊരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം ഓരോ സമയത്തും അച്ചു ഇങ്ങനെ സർപ്രൈസ് തന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. ഞാൻ ഷോപ്പിൽ വെച്ച് അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എന്തായാലും ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലേ ഇത്, ഒരു കേക്ക് വാങ്ങിയാലോ എന്ന്. അമ്മ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നതല്ല. ഞാൻ ആലോചിച്ചു അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയെന്ന്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അതൊക്കെ ഒരു പാഴ്ചെലവാണെന്ന്. എന്തോ ആയാലും ഈ സർപ്രൈസിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും അമ്മയുടെ മുഖത്തൊരു ഭാവ വ്യത്യാസവും ഇല്ല. അമ്മയ്ക്കൊന്നും ചിരി പോലും വരുന്നില്ല. അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും, അമ്മ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനെല്ലാം അമ്മയും അച്ഛനും അച്ചും എല്ലാവരും കൂടെ ഒരുമിച്ച്, ആദിമോനും എൻ്റെ 2 മക്കളും, ഇവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ഞങ്ങൾക്കേ ഉണ്ടായിരുന്നുള്ളത് അറിയാത്തത്. പിന്നെ ഇതൊരു ഇരട്ടി മധുരം എന്ന് പറയുന്ന കണക്കായിരുന്നു എനിക്ക് കുഞ്ഞമ്മയും കൊച്ചിനും മോളും കൂടെ വന്നത്. കാരണം ഈ സമയത്ത് അവരുടെ പ്രസൻസും ഉള്ളത് ഞങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്, ഞങ്ങൾക്ക് 2 പേർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇത്. ഹാപ്പി ആനിവേഴ്സറി. ഈ ദിവസം ഇവിടെ ഇല്ലാത്തത് ഞങ്ങളുടെ അനിയനും പിന്നെ മുതുകുളത്തെ ഫാമിലിയുമാണ്. അപ്പോൾ അവർ 2 കൂട്ടരും ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ആഘോഷം കുറച്ചുകൂടെ ഹാപ്പി ആയേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.